ഏപ്രിൽ 9 നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മെയ് 4 വോട്ടെണ്ണൽ. എന്നാൽ ഇപ്പോ കോൺഗ്രസുകാർക്ക് ഒട്ടും തന്നെ ക്ഷമയില്ലെന്നാണ് അവർ ഈ കാണിക്കുന്നതൊക്കെ കണ്ടാൽ തോന്നുക. എന്തിനാണ് ഇപ്പോഴേ മുഖ്യമന്ത്രി ആരെന്നുള്ള തർക്കങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിൽ നടക്കുന്നത്? കേരളത്തിൽ ഭരണ തുടർച്ചയാണോ ഭരണ മാറ്റമാണോ എന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ ഓരോ വോട്ടർമാരും. ഇതിനിടെയാണ് മുഖ്യമന്ത്രി കസേരയെക്കുറിച്ചുള്ള കോൺഗ്രസ് പാളയത്തിലെ ഗ്രൂപ്പ് പോര്. കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്ന കൂടുതൽ എംപിമാരെ ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിക്കാനാണ് കെ.സി. പക്ഷത്തിന്റെ നീക്കമെന്ന് കേൾക്കുന്നു. കെ. സുധാകരനിലൂടെ കെ.സി. പക്ഷം ശക്തമായ ശ്രമം നടത്തുന്നുണ്ട്. കെ.സി. വേണുഗോപാലിന് ഹൈക്കമാൻഡിനുള്ള സ്വാധീനം ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്താനാണ് ശ്രമം. ഒപ്പം തന്നെ വി.ഡി. സതീശൻ അനുകൂലികളും അണിനിരന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വരെ വി.ഡി. പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് വി.ഡി. സതീശന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വി.ഡിക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത എന്നാണ് വി.ഡി. സതീശൻ അനുകൂലികൾ പറയുന്നത്. എതിർ ഗ്രൂപ്പിലെ പല എം.എൽ.എമാരും തങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വി.ഡി. പക്ഷം അവകാശപ്പെടുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയുടെ അനുകൂലികളും മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ്. നേതാക്കൾ മുഖ്യമന്ത്രി ചർച്ചയെ തള്ളുന്നുണ്ടെങ്കിലും അണികൾ സജീവ ചർച്ചയിലാണ്. സൈബറിടത്തിലെ ഗ്രൂപ്പ് പോര് രൂക്ഷമായി മാറിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനുമെതിരെ വരുന്ന കമന്റുകൾ വ്യാജ ഐഡികളിൽ നിന്നാണോ എന്നാണ് സംശയം. വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന കമന്റുകളുടെ ഉറവിടം പരിശോധിക്കാൻ കെ.സി. പക്ഷം ഒരുങ്ങുന്നുവെന്ന് കേൾക്കുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. 10 വർഷമായി ഭരണമില്ലാതായിട്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണം അവർക്ക് കിട്ടേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി ഗ്രൂപ്പ് പോരില്ലാതെ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്താണ് ഈ കൂട്ടലും കിഴിക്കലും. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി ത്രികോണ പോര് ഉറപ്പാണെന്ന് സാരം. മെയ് 4 ഉച്ചയോടെ ഭരണ തുടർച്ചയാണോ അതോ ഭരണ മാറ്റമാണോ എന്ന ഏകദേശ ധാരണ ലഭിക്കും. അത് കഴിഞ്ഞു പോരെ നിങ്ങളുടെ ഈ ത്രികോണ പോരും. ഭരണ തുടർച്ചയാണ് വോട്ടർമാർ വിധി എഴുതിയിരിക്കുന്നതെങ്കിൽ ഈ കൂട്ടലും കിഴിക്കലും അവസാനം ട്രോളന്മാർക്ക് പരിഹസിക്കാനുള്ള ഒരു കാരണമാവുകയുള്ളൂ.